അതുപോലെ തന്നെ നമുക്ക് മിനിമം ഉണ്ട്, മാക്സിമം മാത്രമല്ല മിനിമം ഉണ്ട്. മിനിമം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഡെൽഎഫ് കണ്ടില്ലേ, എക്സ് നോട്ടിലും വൈ നോട്ടിലെയും ഡെൽഎഫ് കണ്ടില്ലേ, ആ കിട്ടിയ വാല്യൂവിന് ഒരു മൈനസ് ഇട്ട് കൊടുത്താൽ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഈ കിട്ടിയ വാല്യൂവിന് ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം വാല്യൂ കിട്ടും. അതുപോലെ തന്നെ എന്താ ഇതിൻ്റെ മോഡുലസ് കാണത്തില്ലേ, അപ്പം അതിനും ഒരു നെഗറ്റീവ് ഇട്ടാൽ ആ വാല്യൂ കിട്ടും, മാക്സിമം വാല്യൂ. നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ മിനിമം വാല്യൂ. മിനിമം വാല്യൂ കിട്ടും നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഇവിടെ നിന്ന് നെഗറ്റീവ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ കിട്ടും, നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ മിനിമം വാല്യൂവും കിട്ടും. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനിയും നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാവേ. ഇനി നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, നിങ്ങൾ എഴുതിക്കോണേ. വാട്ട് ഈസ് ദി ഗ്രേറ്റസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഫംഗ്ഷൻ എഫ്? ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് സ്ക്വയർ അറ്റ് ദ പോയിന്റ് 1, -1, 3. നമുക്കിവിടെ എന്താണ് കാണേണ്ടത്? ഗ്രേറ്റസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞു മാക്സിമം വാല്യൂ കാണണമെങ്കിൽ ഡെൽഎഫ് കാണണം. ഗ്രേറ്റസ്റ്റ് റേറ്റ് എന്നേ വേണ്ടുള്ളൂ, നമ്മളോട് അവിടുത്തെ വാല്യൂ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഡെൽഎഫ് അറ്റ് ദ പോയിന്റ് 1, -1, 3 കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൽഎഫിൻ്റെ ഇക്വേഷൻ എന്താ? ഡോ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് സ്ക്വയർ ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് സ്ക്വയർ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇസഡ് സ്ക്വയർ കെ. ഓക്കെ, അങ്ങനെ ഇക്വേഷൻ എഴുതി. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ആദ്യത്തെ ഐ കമ്പോണൻസ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ ആദ്യത്തെ ടൈം എടുക്കാം. ആദ്യത്തെ ടൈം എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആവുള്ളത്. അപ്പം എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സിൽ അത് മാത്രം ഡിറൈവ് ചെയ്താൽ മതി, കോൺസ്റ്റൻസ് ഒന്നുമില്ല. അപ്പം എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്താ കിട്ടുന്നത്? 2x. അടുത്ത ടൈം എന്ന് പറയുമ്പോൾ വൈ ഇസഡ് സ്ക്വയർ. അതിൻ്റെ അകത്ത് എക്സ് ടൈം നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല, അത് കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റന്റ് മാത്രം ഉണ്ടെങ്കിൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് പറ്റും? 0 ആയിപ്പോവും. പ്ലസ് അടുത്തതെന്ന് പറയുമ്പോൾ ഇനി വൈ വെച്ചാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. വൈ വെച്ച് ചെയ്യാൻ ആദ്യത്തെ ടൈം എടുത്തു. ആദ്യത്തെ ടൈം എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയറിൻ്റെ അകത്ത് ഒരു വൈ ടൈം നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പം അത് കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അപ്പോൾ ഒരു കോൺസ്റ്റന്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയിപ്പോവും. 0 പ്ലസ് ഇനി വൈ ഇസഡ് സ്ക്വയറിൻ്റെ അകത്ത് ഇസഡ് സ്ക്വയർ കോൺസ്റ്റന്റ് ഉണ്ട്. അപ്പോൾ ആദ്യം ഇസഡ് സ്ക്വയർ എടുത്തെഴുതുക ഇൻറ്റു ഇനി വൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് പറ്റും? 1 ജെ പ്ലസ് ഇനി ഡോ ബൈ ഡോ ഇസഡ്. ആദ്യം എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് പറ്റും? വിത്ത് റെസ്പെക്ട് ടു ഇസഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആയി പോകും. കാരണം എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ. പ്ലസ് ഇനിയും വൈ ഇസഡ് സ്ക്വയർ ആണ്. വൈ ഇസഡ് സ്ക്വയറിൽ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ വൈ ആണ്. അപ്പോൾ ആദ്യം വൈനെ മാറ്റി വെച്ചു, എന്നിട്ട് ഇസഡ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇസഡ് സ്ക്വയറിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എന്താ കിട്ടുന്നത്? 2z എന്നിട്ട് കെ. ഇനി നമുക്ക് എന്താണ് കിട്ടുന്നത്? ഫൈനൽ ആൻസർ 2xi പ്ലസ് ഇസഡ് സ്ക്വയർ ജെ പ്ലസ് 2yzk. ഇതാണ് നമ്മളുടെ ഫൈനൽ കിട്ടുന്നത്. ഇനി എന്ത് ചെയ്യണം?
ഫൈനലായിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മളുടെ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 1, വൈയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ -1, ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 3. അപ്പോൾ എന്ത് ചെയ്യണം? എക്സിനും വൈനും ഇസഡിനും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പം ആദ്യത്തെ ടൈമിൻ്റെ അകത്ത് എക്സ് ഉണ്ട്. അപ്പം എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ എത്ര? 1. അപ്പോൾ 2 × 1 2 × 1 i പ്ലസ് ഇസഡ് സ്ക്വയർ. ഇസഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ j പ്ലസ് 2yz 5 എന്ന് പറയുമ്പോൾ -1. 2 × -1 × 3. ഓക്കെ. ഇനി ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 2y പ്ലസ് 9j മൈനസ്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ആ ഒരു മൈനസ് പ്ലസ് ഇൻറ്റു മൈനസ് ആവും. അപ്പോൾ 2 × 3 6k. നമുക്ക് കിട്ടുന്ന വെക്ടർ എന്ന് പറയുമ്പോൾ 2y പ്ലസ് 9j - 6k. ഇതാണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് റേറ്റ് ഓഫ് ഇൻക്രീസ് അല്ലേ? 2y പ്ലസ് 9j - 6k. അപ്പം അത്രയേ ഉള്ളൂ ഡയറക്ഷണൽ ഡെറിവേറ്റീവിന്. 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് ഓൾ ഫ്രം ഡയറക്ഷണൽ ഡെറിവേറ്റീവ്. ഓക്കെ, താങ്ക് യു. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് ഡൈവേർജൻസ് ആൻഡ് കേളാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ.